Hello friends, welcome to Swathi Swagath tutorials. In our previous class we discussed embryo development. Is it? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് എംബ്രിയോ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ദ നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോകോട്ട് എംബ്രിയോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞാണ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കോട്ടിലിഡൻസ് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട്സ് ആർ ദർ. ഇസ് ഇറ്റ്? സോ ആ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. ദിസ് ഫസ്റ്റ് ഡയഗ്രാം, ഇതാണ് എന്ത്? ഡൈക്കോട്ട് എംബ്രിയോ ഡയഗ്രാം ആണ്. അപ്പൊ ഡൈക്കോട്ട് എംബ്രിയോ എന്ന് എങ്ങനെ മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ? 2 കോട്ടിലിഡൻസ്. അപ്പൊ ഇവിടെ വരച്ച രണ്ടെണ്ണമാണ് ഇത് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഇത് കോട്ടിലിഡൻസ്. 2 കോട്ടിലിഡൻസ് ഉണ്ടാവും. എങ്ങനെയാണ്? 2 കോട്ടിലിഡൻസ്. ക്ലിയർ? ആൻഡ് അപ്പൊ കോട്ടിലിഡൻസ് കൂടാതെ എംബ്രിയോന്റെ വേറെ ഭാഗം എന്താണ്? എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമാണ് എന്ത്? എംബ്രിയോണൽ ആക്സിസ് അല്ലെ. ദിസ് എംബ്രിയോണൽ ആക്സിസ് കൺസിസ്റ്റ് ഓഫ് റാഡിക്കൽ ആൻഡ് പ്ലിമ്യൂൾ. ഈ 2 ഭാഗം ഉണ്ടെന്ന് അറിയാം. ഇനി ഇവിടെ നോക്കാം. ദ പാർട്ട് ഓഫ് എംബ്രിയോണൽ ആക്സിസ് വിച്ച് ഈസ് ഫൗണ്ട് above the level of cotyledon. പറയുന്നത് ശ്രദ്ധിക്കുക. പാർട്ട് ഓഫ് എംബ്രിയോണൽ ആക്സിസ് above the level of cotyledon. അപ്പൊ ഇവിടെ വരെയുള്ള ലെവൽ എന്ന് പറയുന്നത് എന്താണ്? കോട്ടിലിഡൻസിന്റെ ലെവലാണ് ഇവിടെ വരെ. അപ്പൊ ഇതിന് മുകളിൽ വായിക്ക് വരുന്ന എംബ്രിയോണൽ ആക്സിസിന്റെ ഭാഗം. സോ ഈ ഒരു ഏരിയ ആണ്. ഈ മുകൾ ഭാഗത്തിന് നമ്മൾ പറയാം എപ്പികോട്ടൈൽ. എന്താ പറയാ? എപ്പികോട്ടൈൽ. ആൻഡ് എപ്പികോട്ടൈൽ റീജിയൻ കണ്ടെയ്ൻ വിച്ച് പാർട്ട്? പ്ലിമ്യൂൾ. അപ്പൊ അപ്പർ പാർട്ടാണ് എന്ത്? എപ്പികോട്ടൈൽ. എപ്പികോട്ടൈൽ ഭാഗത്താണ് ആരുണ്ടാവുക? പ്ലിമ്യൂൾ. ആൻഡ് ദിസ് പ്ലിമ്യൂൾ ബിക്കം ഷൂട്ട് ഇൻ ഫ്യൂച്ചർ അല്ലെ. ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ പ്ലിമ്യൂൾ ആണ് എന്തായി മാറുക? ഷൂട്ട് സിസ്റ്റർ ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കാം. പാർട്ട് ഓഫ് ദിസ് എംബ്രിയോണൽ ആക്സസ് വിച്ച് ഇസ് ഫൗണ്ട് ബിലോ ദ ലെവൽ ഓഫ് കോട്ടിലിഡൻ. കോട്ടിലിഡൻ ലെവലിൽ താഴെ കാണുന്ന ഭാഗം ഇത് എപ്പികോട്ടൈൽ ആണെങ്കിൽ ഇവിടെയാണ് എന്ത് പറയാം? ഹൈപ്പോകോട്ടൈൽ പാർട്ട്. ഹൈപ്പോകോട്ടൈൽ റീജിയൻ എന്നാണ് പറയാ. ഹൈപ്പോകോട്ടൈൽ റീജിയൻ ആരുണ്ടാവും? അതിന്റെ അറ്റത്താണ് ആര് കാണുന്നത്? റാഡിക്കിൾ. അതിൽ കാണുന്ന ഭാഗമാണ് എന്ത്? റാഡിക്കിൾ. റാഡിക്കിൾ ആരായിട്ട് മാറുന്ന അറിയാം നമുക്ക്? റൂട്ട് സിസ്റ്റം ആയിട്ട് മാറും. ആൻഡ് ഹിയർ യു ക്യാൻ സി എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പ്, റൂട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സ്ട്രക്ചർ ദാറ്റ് ഈസ് റൂട്ട് ക്യാപ്പ് or otherwise called calyptra. root cap or called calyptra. Okay, അപ്പൊ നമുക്കറിയാം ഒരു ക്യാപ്പ്, നമുക്കാണെങ്കിൽ ഒരു ക്യാപ്പ് എന്താ ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ അല്ലേ. അതുപോലെ ഈ റൂട്ട് ടിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സോഫ്റ്റ് ആയിട്ടുള്ള സെൽസ് ആണ് ഉണ്ടാവുക. when it pierces through the soil it may get damaged. is it? അപ്പൊ ഡാമേജ് നടക്കാതിരിക്കാൻ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ആണിത് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? So these are the important parts present in a dicot embryo. ഒന്നുമല്ല, 2 കോട്ടിലിഡൻസ്, പിന്നെ ഹൈപ്പോകോട്ടൈൽ എന്താണ്, എപ്പികോട്ടൈൽ എന്താന്നൊക്കെയുള്ള കാര്യം ശ്രദ്ധിക്കാം. Then go to the second diagram. This is the structure of a monocot embryo. മോണോകോട്ട് എംബ്രിയോന്റെ ഭാഗമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ക്ലിയർ? Then മോണോകോട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു കോട്ടിലിഡൻ മാത്രമേ ഉണ്ടാകാവുള്ളൂ. ആൻഡ് യു ക്യാൻ സീ ദിസ് ലാറ്ററലി പ്ലേസ്ഡ് അല്ലെ. ലാറ്ററൽ സൈഡിൽ കാണുന്ന ലാറ്ററലി പ്ലേസ്ഡ് ആയിട്ടുള്ള സിംഗിൾ കോട്ടിലിഡൻ. അപ്പൊ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം, ഒരു ഭാഗത്തോട്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടില്ലേ ഒരു സ്ട്രക്ചർ, ഇതിനാണ് എന്ത് പറയാ? ഇതിന്റെ എന്ത് പറയുന്നത്? കോട്ടിലിഡൻ എന്ന് പറയാം. ദിസ് മോണോകോട്ട് എംബ്രിയോയിൽ കാണുന്ന കോട്ടിലിഡൻ. അപ്പൊ ഒരു സിംഗിൾ കോട്ടിലിഡൻ ആണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സ്പെഷ്യൽ പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് സ്ക്യൂട്ടല്ലം. അതിന് പറയുന്ന പേരാണെന്ത്? സ്ക്യൂട്ടല്ലം എന്നാണ് പറയാ. സിംഗിൾ കോട്ടിലിഡൻ പ്രസന്റ് ഇൻ മോണോകോട്ട് എംബ്രിയോ ഇസ് കോൾഡ് സ്ക്യൂട്ടല്ലം. ഈ ടേം ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. മെയ്സ് സീഡ്, മോണോകോട്ട് സീഡ് +1 പഠിക്കുന്നതാണ്, +2 ചാപ്റ്ററിൽ നമ്മൾ പറയുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ എന്തുള്ളതാണ്? ഈ സ്ക്യൂട്ടല്ലം എന്ന് പറയുന്ന ഒരു കാര്യം കാണാം. കോട്ടിലിഡൻ, ദ സിംഗിൾ കോട്ടിലിഡൻ പ്രസന്റ് ഇൻ മോണോകോട്ട് എംബ്രിയോ ഇസ് കോൾഡ് സ്ക്യൂട്ടല്ലം. ഓക്കെ, ഇനി ഇവിടെ കാണുന്ന ഭാഗം, അപ്പൊ ബാക്കി ഭാഗമാണ് എന്ത്? എംബ്രിയോണൽ ആക്സസ് എന്നറിയാം. ഈ എംബ്രിയോണൽ ആക്സസിൽ ഇവിടെ കാണുന്ന ലീഫായിട്ട് മാറുന്ന ചില സ്ട്രക്ചേഴ്സ് കാണാം. ലീഫ് പ്രൈമോഡിയ എന്നൊക്കെയാണ് പറയാ. ലീഫ് പ്രൈമോഡിയ എന്ന് വെച്ചാൽ മെച്ചുവർ അല്ലാത്ത എന്താണ് യങ് ആയിട്ടുള്ള ലീഫ് പ്രൈമോഡിയ അല്ലെ. അപ്പൊ ഈ ലീഫ് പ്രൈമോഡിയ ഒക്കെ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എപ്പികോട്ടൈൽ ഭാഗം എവിടെയാണ്? ഈ ഭാഗത്താണ് ശരിക്കും എപ്പികോട്ടൈൽ റീജിയൻ ഉണ്ടാവുക. ഇവിടെയാണ് ആര് കാണുക? പ്ലിമ്യൂൾ എന്ന് പറയുന്ന ഭാഗം. അപ്പോഴാണ് എന്താകുന്നത്? ഇത് ലീഫ് ഷൂട്ടായിട്ട് ഇങ്ങനെ വളർന്നു പോവാ അല്ലെ. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ കവറിങ് ഇങ്ങനെ കാണാം. പ്ലിമ്യൂളിന് പുറത്തായിട്ട് ഒരു എക്സ്ട്രാ ഷീപ്പ് ലൈക്ക് കവറിങ് കാണാം. ദാറ്റ് ഈസ് കോൾഡ് കോളിയോപ്റ്റൈൽ.
എന്താ പറയാ, കോളിയോപ്റ്റൈൽ എന്നാണ് പറയാം. ഓക്കെ, പ്ലിമ്യൂഡിനും പുറത്തുള്ള കവറിംഗ് ആണെന്ത്, കോളിയോപ്റ്റൈൽ. അതുപോലെ ഇവിടെ വരുമ്പം ഈ ഭാഗം ഇവിടെയാണ് എന്ത്, ഹൈപ്പോകോട്ടൈൽ റീജിയൻ വരുന്ന ഭാഗം ഈ താഴെ. അതുപോലെ ആരുണ്ടാവും, റാഡിക്കിൾ എന്ന് പറയുന്ന ഒരു ഭാഗം. റാഡിക്കിൾ കൂടാതെ ഇവിടെ എന്തുണ്ട്, ഇവിടെ കോളിയോപ്റ്റൈൽ ഉള്ള പോലെ ഇവിടെ കാണുന്ന എക്സ്ട്രാ ഈ ഒരു കവറിങ്ങിനാണ് പറയുന്നത് എന്ത്, കോളിയോറൈസ. കോളിയോറൈസ എന്നാണ് പറയാ, കോളിയോറൈസ. ഓക്കെ, ദെൻ ഇവിടെയാണെങ്കിൽ ഈ ഒരു സൈഡില് ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ചെറിയൊരു ഭാഗം. അപ്പൊ ഇവിടുന്ന് ഈ ഭാഗം വളർന്ന് എന്തായി മാറി, കോട്ടിലിഡൻ. അതുപോലെ ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, പക്ഷെ ഡെവലപ്പ് ചെയ്ത് ആരായി മാറിയില്ല, കോട്ടിലിഡൻ ആയിട്ട് മാറിയില്ല. കാരണം ഇറ്റ് ഈസ് എ മോണോകോട്ട് എംബ്രിയോ അല്ലെ. അപ്പൊ അവിടെ ഒരു കോട്ടിലിഡനെ ഉണ്ടാവുള്ളൂ. അപ്പം ഡെവലപ്പ് ചെയ്യാതെ, ദാറ്റ് ഈസ് അണ്ടർ ഡെവലപ്ഡ് കോട്ടിലിഡൻ ലൈക്ക് സ്ട്രക്ചർ present in monocot embryo is called epiblast. ഇനി പറയുന്ന പേരാണെന്ത്, എപ്പിബ്ലാസ്റ്റ് എന്നാണ് പറയാ. സെക്കൻഡ് എംബ്രിയോ എന്നൊക്കെ പറയാറുണ്ട്, സോറി സെക്കൻഡ് കോട്ടിലിഡൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പോകണം, ജസ്റ്റ് പേര് ഓർമ്മിച്ചു വെക്കുക. അത് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ആരായിട്ട് മാറിയതിനെ സെക്കൻഡ് ഒരു കോട്ടിലിഡനായി മാറും. പക്ഷെ ഇറ്റ് ഈസ് അണ്ടർ ഡെവലപ്ഡ് ഓർ സ്റ്റണ്ടഡ് ആയിട്ട് കിടക്കുകയാണ്, അവിടെ ഗ്രോത്ത് നടക്കാതെ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് എപ്പിബ്ലാസ്റ്റ്. ദെൻ ഡൈക്കോട്ട് മോണോകോട്ട് പ്ലാന്റ്സിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. കോമൺ ആയിട്ട് അറിയാം അല്ലെ, നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ഓപ്പൺ, സീഡ് സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രണ്ട് കോട്ടിലിഡൻസ് കാണുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, ഡൈക്കോട്ട് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ ഡൈക്കോട്ട്സിൽ കോമൺ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാംഗോ അല്ലെ ഡൈക്കോട്ടിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ടാമറിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ കാഷ്യൂ നട്ട് ആണെങ്കിലൊക്കെ നമുക്കറിയാം, കാഷ്യൂ എക്സാമ്പിൾ ആണ്. ദെൻ ഗ്രൗണ്ട് നട്ട് ഓക്കെ, ദെൻ റോസ് പ്ലാന്റ് എക്സെട്ര. അപ്പൊ ഒരുപാട് ഇതുപോലെ കോമൺ ആയിട്ട് കുറെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ അറിയാതാണ് എന്ത്, ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ. ദെൻ മോണോകോട്ട് കാറ്റഗറി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മോണോകോട്ടില് മെയ്സ്, കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞങ്ങൾ പഠിക്കുന്നതാണ് എന്ത്, മെയ്സ് സീഡ് അല്ലെ, മെയ്സ് എക്സാമ്പിൾ ആണ്. അതുപോലെ റൈസ്, വീറ്റ്, മെയ്സ്, റൈസ്, വീറ്റ്. ദെൻ ബനാന, ഗ്രാസസ്. ഓക്കെ, അപ്പൊ ഒരുപാട് ഈ കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് പ്ലാന്റ് ഉണ്ട്. അപ്പൊ ബനാന ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സീഡോ കാര്യങ്ങളോ കാണൂല. അതിന് കാരണം എന്താണ്, അത് പാർത്തനോ കാർപ്പിക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. അപ്പൊ ഇതിൽ അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ പഠിക്കാം. അപ്പൊ അവിടെ എന്താണ്, ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ, സീഡ് ഉണ്ടാവാതെ തന്നെ ഫ്രൂട്ട് ആയിട്ട് മാറുന്നതാണ് എന്ത്, അതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് സീഡ് കാണാത്തത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, മോണോകോട്ട് ആയിട്ടുള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് ഫൈൻഡ് ഫോർ ടുഡേ. സീ യു ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്.